എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഗോസ്സ് തിയറം എല്ലാം കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. നമ്മളപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കഴിഞ്ഞു. ഇലക്ട്രിക് ഫീൽഡിന്റെ ആപ്ലിക്കേഷൻ, ഇലക്ട്രിക് ഫീൽഡിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് വരുന്നതാണ് ഗോസ്സ് തിയറം. ഗോസ്സ് തിയറം, അതിന്റെ ആപ്ലിക്കേഷൻസ്, ഗോസ്സ് തിയറത്തിന്റെ പ്രൂഫ് എല്ലാം നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ നമുക്ക് പറയാം, സപ്പോസ് ദിസ് ഈസ് ആൻ ഇലക്ട്രിക് ഫീൽഡ്. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ആണ്. ആ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി എന്തായിരുന്നു? നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് ദ ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ്. അതിന്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ കൂളം അല്ലെങ്കിൽ വോൾട്ട് പെർ മീറ്റർ എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്രയാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ ഫോഴ്സ് ആക്ടിംഗ് വെൻ എ യൂണിറ്റ് ചാർജ് ഈസ് പ്ലേസ്ഡ്. ഓക്കെ, എന്നാൽ ചോദിക്കുകയാണ് വാട്ട് ഈസ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് ചോദിച്ചാൽ അതിന്റെ ഡെഫിനിഷൻ ആദ്യമേ ഓർക്കുക. Electric potential at a point A is defined as the electric potential at a point is defined as the work done to bring a unit positive charge. Electric field intensity നമ്മൾ യൂണിറ്റ് ടെസ്റ്റ് ചാർജ് എന്നാ പറയുന്നത്. ആ ടെസ്റ്റ് ചാർജ് പോസിറ്റീവോ നെഗറ്റീവോ ആരും ആകാൻ കുഴപ്പമില്ല. പക്ഷെ ഇവിടെ അങ്ങനല്ല. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദിസ് പോയിന്റ്. അപ്പൊ ഇവിടുത്തെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമേ ഇൻഫിനിറ്റിയിൽ പോകണം. ഇൻഫിനിറ്റിയിൽ നിന്നും ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ പിടിച്ച് ഇവിടം വരെ കൊണ്ടുവരിക. അതിന് ചെയ്യുന്ന വർക്ക് ഡൺ ആണ് എയിലെ പൊട്ടൻഷ്യൽ. അപ്പോൾ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദിസ് പോയിന്റ്. അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ട് ചോദിക്കും, സാർ ഇതൊക്കെ പറയുന്നത് ഒന്ന് കണ്ടുപിടിച്ചേ. നമ്മൾ പിന്നെന്താ കണ്ടുപിടിച്ചു തരാം. ഇതൊരു ഇലക്ട്രിക് ഫീൽഡ് ആണ്. എയിലെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ ഞാൻ ഇവിടെ നിന്ന് പ്ലെയിനും ഒക്കെ എടുത്ത് ഇൻഫിനിറ്റിയിൽ പോയി. ഇൻഫിനിറ്റി എന്ന് യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് ഞാൻ തിരഞ്ഞു നോക്കിയപ്പോൾ കാണാനില്ല. ഞാൻ എന്ത് ചെയ്തു? കയ്യിൽ കിട്ടിയ ഒരു ക്യൂ പോസിറ്റീവ് ചാർജിനെയും എടുത്ത് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നു. ആ ക്യൂ ചാർജിനെ ഇവിടം വരെ കൊണ്ടുവരാൻ ചെയ്ത വർക്ക് ഡൺ WA ആണെങ്കിൽ potential at this point A is equal to WA divided by Q. This is called work done to bring unit charge. അതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യലിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾസ് പെർ കൂളംബ് ആണ്, അല്ലെങ്കിൽ അതിന് പറയുന്ന വേറൊരു പേരാണ് വോൾട്ട്. അപ്പോൾ വാട്ട് ഈസ് എ പൊട്ടൻഷ്യൽ at a point? It is a work done to bring a unit positive charge from infinity to that point. അപ്പൊ ചോദിക്കും, ശരി സമ്മതിച്ചു, ഇവിടത്തെ അങ്ങനെയാണെങ്കിൽ ബി എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ എത്രയാണെന്ന് സാറിന് കണ്ടുപിടിക്കാമോ? ഞാൻ ഇതുപോലെ വീണ്ടും ഇൻഫിനിറ്റി പോയി. പോസിറ്റീവ് യൂണിറ്റ് പോസിറ്റീവ് അതിനെ കിട്ടിയില്ല. ഞാൻ എന്ത് ചെയ്തു? കയ്യിൽ കിട്ടിയ ഒരു ചാർജിനെ എടുത്തുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ കൊണ്ടുപോകും. അതിന് ചെയ്ത വർക്ക് ഡൺ WB ആണെങ്കിൽ പൊട്ടൻഷ്യൽ അറ്റ് B is equal to WB divided by Q. That is work done to bring unit charge from infinity to B. അപ്പൊ ഇതുപോലെ എവിടത്തെയും കണ്ടുപിടിക്കാം. അതിനല്ല ഞാൻ ചോദിച്ചത് എയിലെ പൊട്ടൻഷ്യൽ ആണോ ബിയിലെ പൊട്ടൻഷ്യൽ ആണോ കൂടുതൽ. സ്വാഭാവികമായിട്ട് കണ്ണു അടച്ചുകൊണ്ട് നമ്മൾ പറയും ബിയിലെ പൊട്ടൻഷ്യൽ ആണ് കൂടുതൽ. അതെന്തേ? കൂടുതൽ വർക്ക് ചെയ്ത് അവിടെയാണ്. ഇവിടെ കുറച്ച് ഇവിടം വരെ വർക്ക് ചെയ്താൽ മതി, ഇവിടെ നിന്ന് വീണ്ടും വർക്ക് ചെയ്യണം. അപ്പൊ എയിലെയും ബിയിലെയും പൊട്ടൻഷ്യൽ സെയിം ആണോ? അല്ല, ബിയിലെ പൊട്ടൻഷ്യൽ കൂടുതലാണ്. അപ്പോൾ വാട്ട് ഈസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉടനെ പറയും ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു VB മൈനസ് VA. അതല്ല വേണ്ടത്. അത് ശരിയാണ്, നിങ്ങൾ പറയുന്നത് ശരിയാണ്. VB മൈനസ് VA അതിന്റെ വാല്യൂ എത്രയായിരിക്കും എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും, ആലോചിച്ച് പറയേണ്ടത് ഇൻഫിനിറ്റി എന്ന് ഇവിടം വരെ രണ്ടുപേരും ചെയ്യുന്ന വർക്ക് സെയിം ആണ്. ബിയിലേക്ക് കൊണ്ടുവരാൻ അഡീഷണൽ ആയിട്ട് ഇത്രയും വർക്ക് ചെയ്യണം. ഈ ഇത്രയും ചെയ്യുന്ന വർക്ക് ഡണ്ണാണ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ കൂടാൻ കാരണം. അപ്പൊ നമ്മൾ ഉടനെ പറയും, ദിസ് ഈസ് എ വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം A to B. വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം A to B. എയിൽ നിന്നും ബിയിലേക്ക് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരാൻ ചെയ്യുന്ന വർക്കാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പൊ വാട്ട് ഈസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്? ഇറ്റ് ഈസ് എ വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം 1 point to another. ഒന്നിൽ ഇവിടെ നിന്ന് ഇവിടം വരെ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇവിടം വരെ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പൊട്ടൻഷ്യലിന്റെ യൂണിറ്റ് വോൾട്ട് ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റും വോൾട്ട് തന്നെ, മാറ്റമില്ല. അപ്പൊ നമുക്ക് പറയാം, ഇനി ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ ഇങ്ങനെ എഴുതുന്നില്ല, പൊട്ടൻഷ്യൽ ഡിഫറൻസ് V എന്ന് എഴുതുന്നുണ്ട്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഈക്വൽ ടു W ഡിവൈഡഡ് ബൈ Q.
Potential difference between 2 points is the work done to bring a unit positive charge from one point to another. ഇവിടെ നിന്നൊരു ഇക്വേഷൻ കിട്ടും. W is equal to QV. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പ്രോബ്ലം ചെയ്യാൻ. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ്. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതണം എന്നറിയാം. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു Q ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴും V ഫൈനൽ മൈനസ് V ഇനിഷ്യൽ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിക്കോണം. വർക്ക് ഡൺ is equal to charge into potential difference, that is Q into V final minus V initial. അപ്പോൾ ചെയ്യും ഫൈനൽ പൊട്ടൻഷ്യൽ ഇനിഷ്യൽ പൊട്ടൻഷ്യൽ ഈക്വൽ ആണെങ്കിലോ വർക്ക് ചെയ്യണ്ട. ഈ V final is equal to V initial, then work done is equal to 0. എപ്പോഴും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് ഉണ്ട്. അത് നമ്മൾ പിന്നീട് അവസാനം നമ്മൾ അതിന്റെ ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് വരയ്ക്കാൻ എക്സാമിനേഷൻ ചോദിക്കും. അത് ഞാൻ പറയാം. ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നൊരു സർഫസ് എന്തായിരിക്കണം അത് കേട്ടാൽ തന്നെ അറിയാം. ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് മീൻസ് ഇറ്റ് ഈസ് എ സർഫസ് ഇൻ വിച്ച് പൊട്ടൻഷ്യൽ റിമെയിൻസ് കോൺസ്റ്റന്റ്. ഒരു സർഫസ് ആണ്, ഇതിന്റെ എല്ലായിടത്തും പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ നിന്നൊരു ചാർജിനെ ഇങ്ങോട്ട് മൂവ് ചെയ്യണമെങ്കിൽ വർക്ക് ഡൺ എത്രയാണ്? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു 0 ബിക്കോസ്. അപ്പൊ അത് എപ്പോഴും ചോദിക്കും വാട്ട് ഈസ് ദ വർക്ക് ഡൺ ടു മൂവ് എ ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ ഇൻ ആൻ ഇക്വി പൊട്ടൻഷ്യൽ സർഫസ്. ഇൻ ആൻ ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു 0. വർക്ക് ഡൺ 0 ആണ്. ഒത്തിരി പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ ഓർക്കേണ്ടത്, ഞാൻ ഒരു പോയിന്റ് എടുത്തു ഇത്, വേറൊരു പോയിന്റ് എടുത്തു ഇത്. ഇവിടത്തെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സപ്പോസ് ഇറ്റ് ഈസ് 8, ഇവിടത്തെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സപ്പോസ് ഇറ്റ് ഈസ് 50. അതിന് ഒരാൾ എൻ്റെ അടുത്ത് പറയുകയാണ് Q എന്ന് പറയുന്ന ഒരു ചാർജിനെ ഇവിടെ നിന്ന് അവിടം വരെ കൊണ്ടുപോകാമോ? ഞാൻ പറഞ്ഞു കൊണ്ടുപോകാം. നീ എത്ര വർക്ക് ചെയ്യും? ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യുന്ന വർക്ക് W is equal to Q into final potential, that is 15 minus 8, that is equal to 7Q വർക്കാണ് ഞാൻ ചെയ്യുന്നത്. ശരി, ഓക്കെ. അടുത്തൊരുത്തൻ വന്നിട്ട് എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഈ ചാർജിനെയും എടുത്തുകൊണ്ട് അവൻ ഇങ്ങനെ പോയി ഇങ്ങനെ വരും. എന്നിട്ട് അവൻ ചോദിക്കണം എന്റെ വർക്ക് എത്രയാണ്? സെക്കൻഡ് പാത്തിലൂടെ പോയി എന്റെ വർക്ക് എത്രയാണ്? നമ്മൾ കണ്ണുടച്ചുകൊണ്ട് പറയും നിന്റെ വർക്ക് 7Q തന്നെ. അതെന്താ 7Q? ഞാൻ ഒത്തിരിയൊക്കെ ദൂരമൊക്കെ പോയല്ലോ, അതൊന്നും വിഷയമല്ല. ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്തെടുത്ത പൊട്ടൻഷ്യൽ 7 ആണ്, 8 ആണ്. എൻഡ് ചെയ്തെടുത്ത പൊട്ടൻഷ്യൽ 15 ആണ്. ദാറ്റ് ഈസ് ആൻസർ ഈസ് ഈക്വൽ ടു 15 മൈനസ് 8. അടുത്തവൻ ദാ ഇങ്ങനെ പോകുന്നു. മൂന്നാമത്തവൻ അവൻ ചോദിക്കുകയാണ് എന്റെ വർക്ക് ഡൺ എത്ര? അവന്റെ വർക്ക് ഡണ്ണും ഇത് തന്നെയാണ്. ഇതിന്റെ എന്ത് മനസ്സിലായി? വർക്ക് ഡൺ ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത്. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ഹിയർ ഓൾ ഇൻ ദീസ് 3 കേസസ് വർക്ക് ഡൺ റിമെയിൻസ് സെയിം. അതിന്റെ അർത്ഥം വർക്ക് ഡൺ ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത്. അതുകൊണ്ട് ഇലക്ട്രിക് ഫോഴ്സ് എന്ന് പറയുന്നത് കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. വർക്ക് ഡൺ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല എങ്കിൽ അത്തരം ഫോഴ്സുകൾക്ക് നമ്മൾ പറയുന്നവരാണ് കൺസർവേറ്റീവ് ഫോഴ്സ്. വർക്കിനെ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുമെങ്കിൽ അതിന് പറയുന്നവരാണ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ടാകണം. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ഇലക്ട്രിക് ഫോഴ്സ് എന്ന് പറയുന്ന സാധനം എന്താണ്? കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. അതൊന്ന് ഓർത്തിരിക്കാം. അപ്പൊ നമുക്ക് അങ്ങനെ ഇക്വി പൊട്ടൻഷ്യൽ ഇതും പറഞ്ഞു. വർക്ക് ഡൺ W is equal to QV, that is Q into V final minus V initial, that is വർക്ക് ഡൺ. ഓക്കെ. ഇനി ഫൈനൽ പൊട്ടൻഷ്യൽ കുറവാണെങ്കിൽ വർക്ക് ഡൺ നെഗറ്റീവ് വരും. ഫൈനൽ പൊട്ടൻഷ്യൽ കൂടുതലാണെങ്കിൽ വർക്ക് ഡൺ പോസിറ്റീവും, ഫൈനൽ പൊട്ടൻഷ്യൽ കുറവാണെങ്കിൽ വർക്ക് ഡൺ നെഗറ്റീവും വരും. രണ്ട് പൊട്ടൻഷ്യൽ ഈക്വൽ ആണെങ്കിൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ. ഇനി ഞാൻ പറയുന്നത് what is the relation between electric field intensity and potential? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയും പൊട്ടൻഷ്യലുമായിട്ടുള്ള റിലേഷൻ എന്താണ്? പൊട്ടൻഷ്യൽ V ആണ്. What is the relation between E and V? അല്ലെങ്കിൽ ഡിറൈവ് ദ റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആൻഡ് പൊട്ടൻഷ്യൽ എന്നൊക്കെ പറയാം. നമ്മൾ പറഞ്ഞാൽ അതിന്റെ ഡെറിവേഷൻ ഇതാണ്. കൺസിഡർ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ഇന്റൻസിറ്റി E. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് മീൻസ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ പാരലൽ. ഇവിടെ ഞാൻ 2 പോയിന്റുകൾ കൺസിഡർ ചെയ്യുന്നു. കൺസിഡർ 2 പോയിന്റ്സ് എ ആൻഡ് ബി. ഇതാണ് എ എന്ന് കരുതുക, ഇതാണ് ബി എന്ന് കരുതുക. ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് dx ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദാറ്റ് 2 പോയിന്റ്സ് ഈസ് ഈക്വൽ ടു dv. അപ്പോൾ കൺസിഡർ 2 പോയിന്റ്സ് എ ആൻഡ് ബി. ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് dx ആൻഡ് their പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു dv. ഇയും ഡി വിയും തമ്മിലുള്ള റിലേഷനാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ നമ്മൾ ഉടനെ പറയും
അപ്പൊ ഞാൻ ഈ ഡി എക്സിനെ ഞാൻ താഴേക്ക് എഴുതി. ഡി വി ഇവർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡി വി, അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഡി എക്സ്. വർക്ക് ഡൺ ടു ബ്രിങ് എ ചാർജ് ക്യൂ ഫ്രം എ ടു ബി. എയിൽ നിന്നും ബിയിലേക്ക് എനിക്കൊരു ചാർജിനെ കൊണ്ടുവരണം. ഞാൻ എന്തുമാത്രം വർക്ക് ചെയ്യണം? ശരി, നമുക്ക് പറഞ്ഞ് കണ്ടുപിടിക്കാം. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ക്യൂ എന്ന് പറയുന്ന ചാർജ് ഇവിടെ ഇരിക്കുമ്പോൾ അവന് കിട്ടുന്ന ഫോഴ്സ് ക്യൂ ഇ. അപ്പൊ ഫോഴ്സ് ആക്ടിങ് ഓൺ ദാറ്റ് പാർട്ടിക്കിൾ വെൻ ഇറ്റ് ഈസ് അറ്റ് എ ഈസ് ഈക്വൽ ടു ക്യൂ ഇ. എനിക്ക് അവനെ കൊണ്ടുവരേണ്ടുന്നത് ഇങ്ങോട്ടേക്കാണ് കൊണ്ടുവരേണ്ടത്. എത്ര ഡിസ്റ്റൻസ് കൊണ്ടുവരണം? ഡി എക്സ് ഡിസ്റ്റൻസ് കൊണ്ടുവരണം. വാട്ട് ഇസ് ദ വർക്ക് ഡൺ? വർക്ക് ഡൺ W is equal to minus F into dx. Why it is minus? ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയിട്ട് ഞാൻ മൂവ് ചെയ്യിച്ചു. Therefore വർക്ക് ഡൺ is equal to ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് മൈനസ് എഫ് ഇൻറ്റു ഡി എക്സ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ക്യൂ ഇൻറ്റു ഇ ഇൻറ്റു ഡി എക്സ്. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. അപ്പൊ നമ്മൾ ഇച്ചിരി മുമ്പേ ഒരു ആൻസർ പഠിച്ചിരുന്നു. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ക്യൂ വി പഠിച്ചില്ലേ? അല്പം മുമ്പേ പഠിച്ചു. വർക്ക് ഡൺ W ഈസ് ഈക്വൽ ടു ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ദാറ്റ് ഈസ് വർക്ക് ഡൺ W ഈസ് ആൾസോ ഈക്വൽ ടു ചാർജ് ഇൻറ്റു ഡി വി. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ്. Left hand side of these two equations are same, therefore right hand side are also same. Therefore minus q into e into dx is equal to q into dv. Q cancel ആയിപ്പോയി. Therefore E is equal to minus dv divided by dx. This is the relation between electric field intensity and potential. എന്താ dv? Change in potential. എന്താ dx? Corresponding distance. Any change by distance is called gradient. അപ്പോൾ ഇതിന് പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ്. ഇത് വോൾട്ടേജ് ആണ്. ഡി വി എന്ന് പറയുന്ന വോൾട്ടേജ് ആണ്. പൊട്ടൻഷ്യൽ ഗ്രേഡ് നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ഈസ് കാൾഡ് ഇലക്ട്രിക് ഫീൽഡ്. നെഗറ്റീവ്, അതാണ് റിലേഷൻ. നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ്. അന്തോ സാറേ, നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് അതിന് വലിയൊരു അർത്ഥമുണ്ട്. നെഗറ്റീവ് സൈനിന് അർത്ഥമുണ്ട്. അതിന്റെ അർത്ഥം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ പൊട്ടൻഷ്യൽ കുറയും. ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് പൊട്ടൻഷ്യൽ ഡിക്രീസസ്. പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ പൊട്ടൻഷ്യൽ കുറയും. ഞാൻ പറയുന്നു ഇതൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. ഇവിടെ 2 പോയിന്റുകൾ ഞാൻ മാർക്ക് ചെയ്തു. ഇവിടത്തെ പൊട്ടൻഷ്യൽ 50. ഈ 2 പോയിന്റുകളും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 5. എയിലെ പൊട്ടൻഷ്യൽ 50. എന്നടുത്ത് ഒരാൾ ചോദിക്കുകയാണ് ബിയിലെ പൊട്ടൻഷ്യൽ എത്ര? ഞാൻ പറഞ്ഞു പൊട്ടൻഷ്യൽ ഡിഫറൻസ് 5 വരികയാണെങ്കിൽ ഇവിടെ പോസിബിലിറ്റി 45 ആകാം 55 ആകാം. ദർ ആർ 2 പോസിബിലിറ്റി. 5ന്റെ ഡിഫറൻസ് വരണമെന്നേ പറയുന്നുള്ളൂ. പക്ഷേ ഓർക്കുക, ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ പൊട്ടൻഷ്യൽ കുറയണം. അപ്പോൾ ഇവിടെ വരാനുള്ള ചാൻസ് 45 മാത്രമേ ഉള്ളൂ, 55 വരില്ല. അതാണ് എൻ്റെ അർത്ഥം. ഇവിടുത്തെ പൊട്ടൻഷ്യൽ 45. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ പൊട്ടൻഷ്യൽ കുറയണം. എന്നാൽ ഇവിടെ 50 ആയിരുന്നു എന്ന് കരുതുക. ഇവിടെ എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയാ? 2 പോസിബിലിറ്റി ഉണ്ട്, 45ഉം 55ഉം. ഓ, ഇത് ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് അവിടെ 55 വരത്തുള്ളൂ, 45 വരില്ല എന്നാണ് ഈ പറയുന്നതിന്റെ അർത്ഥം. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ പൊട്ടൻഷ്യൽ കുറഞ്ഞു വരും. ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ട് പൊട്ടൻഷ്യൽ കൂടും. ഇതാണ് ആ നെഗറ്റീവ് സൈനിന്റെ അർത്ഥം. അപ്പൊ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ഈസ് കാൾഡ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും മനസ്സിലാക്കിക്കോണം. ഇനി നമ്മളൊരു കാര്യം പറയുന്നു. സാറ് പൊട്ടൻഷ്യൽ എന്താണെന്ന് പറഞ്ഞു, വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ് എന്ന് പറഞ്ഞു, പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറഞ്ഞു, വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ക്യൂ വി എന്ന് പറഞ്ഞു, ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യൽ തമ്മിലുള്ള റിലേഷനും പറഞ്ഞു. ഇതുവരെ പോയിന്റ് ചാർജ് കൊണ്ടുണ്ടാകുന്ന പൊട്ടൻഷ്യലിന്റെ വാല്യൂ എത്രയാണെന്ന് സാർ കണ്ടുപിടിച്ചില്ലല്ലോ. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജിൽ നിന്നും ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്ര? പി എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എത്ര? സാർ എന്താ അത് കണ്ടുപിടിക്കുന്നത്? സാറ് പണ്ട് കണ്ടാൽ ഉടനെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി 1/4πε0 Q/r² എന്നൊക്കെ സാറ് പറഞ്ഞു. എന്താ പൊട്ടൻഷ്യൽ പറയാത്ത? നമ്മൾ പറയാം. അതിന്റെ ആൻസർ ഞാൻ ആദ്യമേ പറയാം.
പിയിലെ പൊട്ടൻഷ്യൽ ബി ഈസ് ഈക്വൽ ടു 1/4πε0 Q ബൈ ആർ. ആർ സ്ക്വയർ ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി, ആർ ആണെങ്കിൽ പൊട്ടൻഷ്യലുള്ള ഇക്വേഷൻ കാണും. ഡെറിവേഷൻ ചോദിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. എന്നാലും ഞാൻ അതിന്റെ ഡെറിവേഷൻ പറഞ്ഞു തരാം. ഇതിന്റെ ഡെറിവേഷൻ ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ ഡെറിവേഷൻ പഠിച്ചാൽ ഇതുപോലെ തന്നെയാണ് സ്പെറിക്കൽ ഗുഡ് കണ്ടക്ടറിന്റെ പൊട്ടൻഷ്യൽ, അതുപോലെ തന്നെയാണ് ഡിറൈവ് ചെയ്യേണ്ടത്. അപ്പൊ എന്തായാലും തൽക്കാലം ഞാൻ ഇതിന്റെ പൊട്ടൻഷ്യലിന്റെ വാല്യൂ ഞാൻ ഇവിടെ എഴുതിയിടുന്നു. 1/4πε0 Q ബൈ ആർ എന്ന് നമുക്ക് കിട്ടണം. ശരി, നമുക്ക് തുടങ്ങാം. ഇവിടത്തെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ എന്താണ് ഡെഫിനിഷൻ പറയുന്നത്? ഇൻഫിനിറ്റിയിൽ പോയിട്ട് ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ പിടിച്ചു കൊണ്ടുവരിക. ഞാൻ അങ്ങനെ ഇൻഫിനിറ്റിയിൽ പോയി. ഇപ്പോൾ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ എനിക്ക് കിട്ടി. ഞാൻ ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ പിടിച്ച് ഇങ്ങനെ ഇങ്ങോട്ട് വരികയാണ്. വരുമ്പോൾ ദ്രാവൻ എൻ്റെ വരവിനെ ഒപ്പോസ് ചെയ്യും. കാരണം ഈ വരുന്നവൻ പോസിറ്റീവാണ്, ഈ ഇരിക്കുന്നവനും പോസിറ്റീവാണ്. അപ്പൊ ഈ പോസിറ്റീവ് ചാർജിന് അവന്റെ വരവിനെ ഇഷ്ടപ്പെടില്ല. അപ്പൊ ഇവൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇവരിരുന്ന് റിപ്പൽ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഓരോ അടുത്തേക്ക് വരുന്തോറും റിപ്പൾഷൻ കൂടി വരും. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യുന്ന വർക്കിനേക്കാൾ കൂടുതൽ വർക്ക് ഇവിടെ ചെയ്യണം, കൂടി. അപ്പോൾ നല്ല അടുത്തേക്ക് വരുന്നതോറും ഇവന്റെ ഒപ്പോസിറ്റ് ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ ഞാൻ ചെയ്യുന്ന വർക്ക് ഡൺ കണ്ടിന്യൂസ്ലി ഇൻക്രീസസ്, ചേഞ്ച് ചെയ്യുന്ന വർക്കിന്റെ ടോട്ടൽ കണ്ടുപിടിക്കാൻ എന്തേ മാർഗമുള്ളൂ? ഇന്റഗ്രേഷൻ. ആരെ ഇന്റഗ്രേറ്റ് ചെയ്യണം? ഏതെങ്കിലും ഒരു ചെറിയ വർക്ക് എടുത്തിട്ട് ഇന്റഗ്രേറ്റ്. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, ചെറിയ ഫ്ലെക്സ് എടുക്കും, EDS cos θ, എന്നിട്ട് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യും. അതുപോലെ ചെറിയൊരു വർക്ക് കണ്ടുപിടിച്ച് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ടോട്ടൽ വോളിയം കണ്ടുപിടിക്കാൻ ചെറിയൊരു വോളിയം കണ്ടുപിടിക്കുക, ഇന്റഗ്രേറ്റ് ചെയ്യുക. ടോട്ടൽ ലെങ്ത് കണ്ടുപിടിക്കാൻ ചെറിയൊരു ലെങ്ത് എടുക്കുക, അതിന് ഇന്റഗ്രേറ്റ് ചെയ്യുക. ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ ചെറിയൊരു വർക്ക് എടുക്കുക, അതിന് ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ നമുക്കിവിടെ എയിം എന്താണ്? ഇൻഫിനിറ്റിയിൽ നിന്നും അവനെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ ഇവൻ കൊടുക്കുന്ന ഒപ്പോസിഷൻ കൂടി വരും. ആ ഒപ്പോസിഷൻ കൂടുന്നതിന്റെ ഫലമായിട്ട് ഇവൻ ചെയ്യുന്ന വർക്ക് ഡണ്ണും കൂടി വരും. അങ്ങനെ വർക്ക് ഡൺ ചേഞ്ച് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് എന്തേ മാർഗമുള്ളൂ? ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ ഞാൻ പറയാണ്, ഇനി ഇത്രയും കാര്യങ്ങൾ ഓർക്കാം. ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഇവിടെ എത്തിയെന്ന് വിചാരിക്കും. കൺസിഡർ when that unit positive charge which is at a distance x from q ൽ നിന്നും x ഡിസ്റ്റൻസ് അകലത്തിൽ ഇവിടെ എത്തിയെന്ന് കരുതുക. ആ സമയത്ത് ഇവന് കിട്ടുന്ന ഫോഴ്സ് എത്രയാകണം? ഫോഴ്സ് ഈസ് ഈക്വൽ ടു 1/4πε0 q into 1 divided by x square. q1 q2 divided by x square. q2 എന്ന് പറയുന്നത് യൂണിറ്റ് പോസിറ്റീവ് ആയതുകൊണ്ടാണ് ഞാൻ 1 ഇട്ടത്. ഓക്കെ, അപ്പോൾ ഈ ചാർജ് ഈ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ അങ്ങോട്ട് തള്ളുകയാണ്. എനിക്ക് ഇവനെ കൊണ്ടുവരേണ്ടത് ഇങ്ങോട്ടേക്കാണ്. ആ ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു അല്പം മൂവ് ചെയ്യുന്നു, dx. ആ dx ഡിസ്റ്റൻസ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യിക്കാൻ ഞാൻ ചെയ്യുന്ന വർക്ക് ഡൺ എത്ര? ദാറ്റ് ഈസ് ഈക്വൽ ടു -f into dx. എന്തുകൊണ്ടാണെന്ന് ഇനി പറയേണ്ട കാര്യമില്ലല്ലോ, ഇച്ചിരി മുമ്പേ പറഞ്ഞതേ ഉള്ളൂ. ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നെഗറ്റീവ്. ദിസ് ഈസ് ദ വർക്ക് ഡൺ. അപ്പോൾ ചോദിക്കും, ശരി, ചെറിയൊരു വർക്ക് കിട്ടി, അപ്പോൾ ഇൻഫിനിറ്റി ഇവിടം വരെ കൊണ്ടുവരാൻ ചെയ്യുന്ന വർക്ക് എത്ര? ഇതുപോലെ കൊച്ചു വർക്കുകൾ കണ്ടുപിടിച്ചിട്ട് എല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യുക? സം ചെയ്യുന്നതിന് പകരം ഇന്റഗ്രേഷൻ, ദാറ്റ് ഈസ് ടോട്ടൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ dw. ഇന്റഗ്രേഷൻ എവിടെ നിന്ന് തുടങ്ങണം? ഇൻഫിനിറ്റിയും തുടങ്ങണം. എവിടെ കൊണ്ടുവന്ന് അവസാനിപ്പിക്കണം? r ഡിസ്റ്റൻസിൽ കൊണ്ടുവന്ന് അവസാനിക്കണം. അപ്പോൾ ഇൻഫിനിറ്റി മുതൽ r വരെ. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അവന്റെ വാല്യൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഫ്രം ഇൻഫിനിറ്റി ടു r. എഫിന്റെ വാല്യൂ എത്രയാണ്? 1/4πε0 q by x square into dx. കോൺസ്റ്റന്റ് ആരൊക്കെയാണ്? അവർ ഇത്രയും പുറത്തെടുത്ത് തള്ളുക. -1/4πε0 q വരെ കോൺസ്റ്റന്റ് ആണ്, into integral x raised to -2 dx from infinity to r. That is, it is equal to -1/4πε0 q into integral x raised to -2 dx is equal to എന്ത് വരും? x raised to -1 divided by -1. From where to where? Infinity മുതൽ r വരെ. മൈനസും കൂടെ ക്യാൻസൽ ആയി പ്ലസ് ആയി. ദാറ്റ് ഈസ് 1/4πε0 q into x raised to -1 1/x ആവും.
ആദ്യമേ എക്സിന്റെ സ്ഥാനത്ത് അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0 q ഇൻറ്റു 1/r മൈനസ് 1 ലോവർ ലിമിറ്റ് ഇടുക ഇൻഫിനിറ്റി. 1/∞ 0 ആയതുകൊണ്ട് that potential this is equal to 1/4πε0 q divided by r. ഇതെന്താണ്? വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്. അത് തന്നെയല്ലേ പൊട്ടൻഷ്യൽ. ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു 1/4πε0 q ഡിവൈഡഡ് ബൈ r. ദിസ് ഈസ് ദ ആൻസർ. അതാണ് നമ്മൾ ആദ്യമേ എഴുതി വെച്ചത്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു q ഡിവൈഡഡ് ബൈ r. ഡെറിവേഷൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ റീപ്ലേ നമ്മൾ ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പറയും q എന്ന് പറയുന്ന ഒരു ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എത്ര? ഞാൻ പറഞ്ഞു v is equal to 1/4πε0 into q divided by r. ഡയറക്ഷൻ അങ്ങോട്ടേക്ക് എവേ ഓർ ടുവേഴ്സ്. എന്തായാലും കുറെ അധികം പേരും പറഞ്ഞിട്ടുണ്ട് എവേ. ഓർക്കുക, പൊട്ടൻഷ്യലിന് ഡയറക്ഷൻ ഇല്ല. എവേ പറയരുത്, ഡയറക്ഷൻ ഇല്ല. പൊട്ടൻഷ്യൽ സ്കെലാർ ക്വാണ്ടിറ്റി ആണ്. വർക്ക് ഡൺ ടു ബ്രിങ് യൂണിറ്റ് ചാർജ് ആണ്. വർക്ക് ഡൺ സ്കെലാർ ആയതുകൊണ്ട് പൊട്ടൻഷ്യലും സ്കെലാർ ആണ്. പൊട്ടൻഷ്യലിന് നോ ഡയറക്ഷൻ. അപ്പൊ ചോദിക്കും സാർ അങ്ങനെയാണെങ്കിൽ -q ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എത്രയാ സാറേ? ഞാൻ പറഞ്ഞു v is equal to 1/4πε0 - q divided by r. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാറല്ലേ പണ്ട് പറഞ്ഞത് ചാർജിന്റെ അത് ഞാൻ പറഞ്ഞത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയും ഫോഴ്സും കണ്ടുപിടിക്കുമ്പോൾ അവർ രണ്ടുപേരും വെക്ടറാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയും ഫോഴ്സും വെക്ടറാണ്. അവരെ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് ചാർജിന്റെ സൈൻ ഇടാൻ പാടില്ല, ഡയറക്ഷൻ അറിഞ്ഞാൽ മതി. ഇവർക്ക് ഡയറക്ഷൻ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ഡയറക്ഷൻ ഇല്ലാത്ത പൊട്ടൻഷ്യലിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ചാർജിന്റെ സൈൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ചാർജിന്റെ സൈൻ ഇടണം. അതിന്റെ അർത്ഥം പോസിറ്റീവ് ചാർജ് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ പോസിറ്റീവ് പൊട്ടൻഷ്യലും നെഗറ്റീവ് ചാർജ് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ നെഗറ്റീവ് പൊട്ടൻഷ്യലുമാണ്. പൊട്ടൻഷ്യൽ ഡ്യൂ ടു പോസിറ്റീവ് ചാർജ് +5 ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഡ്യൂ ടു നെഗറ്റീവ് ചാർജ് -5 ആയിരിക്കും. അതാണ് അതിന്റെ അർത്ഥം. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ചോദിക്കും സാർ അപ്പൊ നെറ്റ് പൊട്ടൻഷ്യൽ എങ്ങനെ കണ്ടുപിടിക്കും? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഒന്നും ഇവിടെ വേണ്ട. കാരണം സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ നമ്മൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്ടർ ക്വാണ്ടിറ്റികൾക്കാണ്. ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത് സ്കലാർ ക്വാണ്ടിറ്റികളല്ലേ. അപ്പോൾ ഇവിടെ ഒരു ചാർജ് ഇരിക്കുന്നു q1, ഇവിടെ ഒരു ചാർജ് ഇരിക്കുന്നു q2, ഇവിടെ ഒരു ചാർജ് ഇരിക്കുന്നു -q3 ആണെന്ന് കരുതും. എന്നിട്ട് ഒരാൾ ചോദിക്കണം ഇവിടത്തെ നെറ്റ് പൊട്ടൻഷ്യൽ എത്ര? ഞാൻ പറഞ്ഞു ഈ ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ആദ്യമേ കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് v1 is equal to 1/4πε0 into q1 divided by r1. അടുത്തത് ഈ ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുക. v2 is equal to 1/4πε0 into q2 divided by r2. മൂന്നാമത് ഈ ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുക. v3 is equal to 1/4πε0 into -q3 divided by r3. നെറ്റ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ ഈ ഇവന്റെ പൊട്ടൻഷ്യലിന് ഡയറക്ഷൻ കൊണ്ടേക്ക് എവേ ഓർ ടുവേഴ്സ് പറയല്ലേ, നോ ഡയറക്ഷൻ. therefore നെറ്റ് പൊട്ടൻഷ്യൽ is equal to v1 + v2 + v3. ഇങ്ങനെ ഇടണോ? ഇങ്ങനൊന്നും ഇടരുത്. കാരണം ഇതിന് വെക്ടർ അല്ല, ഡയറക്ഷൻ ഇല്ല. ചുമ്മാ കൂട്ടി വയ്ക്കുക. ഒരുത്തന്റെ പൊട്ടൻഷ്യൽ 10, മറ്റേവന്റെ പൊട്ടൻഷ്യൽ -3. അങ്ങനെയാണെങ്കിൽ നെറ്റ് പൊട്ടൻഷ്യൽ 10 - 3 that is 7. വേറെ ഒന്നുമില്ല. ഒരുത്തന്റെ 10, മറ്റേവന്റെ -10, നെറ്റ് പൊട്ടൻഷ്യൽ 0. വേറെ ഒന്നും ചിന്തിക്കണ്ട. ഓക്കെ. അപ്പൊ പൊട്ടൻഷ്യൽ ഈസ് എ സ്കലാർ ക്വാണ്ടിറ്റി. therefore നെറ്റ് പൊട്ടൻഷ്യൽ ഈസ് എ ഓൾജിബ്രായിക് സം. നെറ്റ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഓൾജിബ്രായിക് സം ആണ്. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കൊരു ഇത് വരും സാർ അങ്ങനെയാണെങ്കിൽ ഒരു ഡൈപോൾ എടുത്താൽ ഡൈപോൾ കൊണ്ടുണ്ടാകുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എത്ര? ഡൈപോൾ കൊണ്ടുണ്ടാകുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഞാൻ പറഞ്ഞ അത് പ്രശ്നമാണ്. നമുക്ക് നോക്കിക്കളയാം. ഒരു ഡൈപോൾ ഞാൻ കൺസിഡർ ഡൈപോൾ ഓഫ് ഡൈപോൾ മൊമെന്റ് P = q × 2a. അതിന്റെ അർത്ഥം അറിയാമല്ലോ, അവരുടെ ചാർജ് q ആണ്, ഡിസ്റ്റൻസ് 2a ആണ്. അപ്പോൾ ഒരു -q ചാർജും ഇതൊക്കെ വേറെ സിമ്പിൾ ആണേ. ഒരു +q ചാർജും കൂടി ഞാൻ എടുത്തു. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 2a ആണ്. അതിന്റെ അർത്ഥം ഇത് a ആണ്, ഇത് a ആണ്. ഇപ്പൊ ക്വസ്റ്റ്യൻ വരുന്ന ഇതാണ്, പൊട്ടൻഷ്യൽ എവിടെ കണ്ടുപിടിക്കണം? ആക്സിയൽ ലൈനിലോ ഇക്വറ്റോറിയൽ ലൈനിലോ? നമ്മൾ രണ്ടും കണ്ടുപിടിക്കണം. ഇവിടെ രണ്ടും കണ്ടുപിടിച്ചാൽ അവിടെ പിന്നെ വേറൊന്നും കൂടെ ഉണ്ട് കണ്ടുപിടിക്കണം. അത് നമുക്ക് പറയാം. അപ്പൊ നമ്മൾ ആദ്യമേ ഞാൻ ആക്സിയൽ ലൈനിൽ എടുക്കുകയാണ്. വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു എ ഡൈപോൾ അലോങ് ദ ആക്സിയൽ ലൈൻ?
ആക്സിയൽ ലൈൻ എന്ന് പറഞ്ഞ സെന്ററിൽ നിന്നും ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്ന ഈ ലൈനിന് നമ്മൾ പറയുന്ന പേരാണ് ആക്സിയൽ ലൈൻ. ശരി, ഇതിന്റെ സെന്ററിൽ നിന്നും ആ ഡിസ്റ്റൻസ് അകലത്തിലുള്ള പോയിന്റ് ആണ് ആ പോയിന്റ് എ. എ എന്ന് പറയുന്ന ഈ പോയിന്റിലെ നെറ്റ് പൊട്ടൻഷ്യൽ എത്ര? ഒന്നുമില്ല. ഈ ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാം. പൊട്ടൻഷ്യൽ ഡ്യൂ ടു ദ പോസിറ്റീവ് ചാർജ് ഈസ് ഈക്വൽ ടു 1/4πε0 q ബൈ ഈ ഡിസ്റ്റൻസ്. സ്ക്വയർ എടുക്കരുത്, ഈ ഡിസ്റ്റൻസ്. ഇത് ആറാണ്, ഇത് എ ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് r മൈനസ് എ. ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? എവേ ഓർ ടുവേഴ്സ്? പറയരുത്, നോ ഡയറക്ഷൻ. അതുപോലെ ഇനി അടുത്തത് ഈ നെഗറ്റീവ് ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എത്ര? പൊട്ടൻഷ്യൽ ഡ്യൂ ടു ദ നെഗറ്റീവ് ചാർജ് എത്ര? 1/4πε0 into മൈനസ് ക്യൂ ഡിവൈഡഡ് ബൈ ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് r പ്ലസ് എ. ഇനി ഒന്നും പറയാനില്ല. ഇനി എന്തോന്ന് പറയാൻ? നെറ്റ് പൊട്ടൻഷ്യൽ എത്ര? നെറ്റ് പൊട്ടൻഷ്യൽ V ഈസ് ഈക്വൽ ടു രണ്ടും കൂടി ആഡ് ചെയ്യുക. V പോസിറ്റീവ് പ്ലസ് V നെഗറ്റീവ്. രണ്ടിനകത്തും കോമൺ ആയിട്ട് ആര് വരുന്നുണ്ട്? 1/4πε0 q വരെ കോമൺ ആണ്. ഇൻറ്റു 1/r മൈനസ് എ മൈനസ് 1/r പ്ലസ് എ. ഈ നെഗറ്റീവ് ആണ് ഇവിടെ കിടക്കുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0 q ഇൻറ്റു r സ്ക്വയർ മൈനസ് എ സ്ക്വയർ. r പ്ലസ് എ ഇൻറ്റു r മൈനസ് എ ഈസ് ഈക്വൽ ദിസ് r പ്ലസ് എ മൈനസ് r മൈനസ് എ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് ആറ്, ഇത് പ്ലസ് ആയി. ആറും മൈനസ് ആറും കൂടെ ക്യാൻസൽ ആയി. എയും കൂടെ 2a. Therefore it is equal to 1/4πε0 q into 2a divided by r square minus a square. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ ചോദിക്കും, സാറേ q into 2a എന്ന് പറയുന്നത് p അല്ലേ? ഞാൻ പറഞ്ഞതെ. അപ്പോൾ വാട്ട് ഈസ് എ പൊട്ടൻഷ്യൽ? v is equal to 1/4πε0 into p by r square minus a square. This is the final answer. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളൊരു ചോദ്യം ചോദിക്കും, സാറ് നേരത്തെ ഇലക്ട്രിക് ഫീൽഡ് ഒക്കെ കണ്ടുപിടിച്ചപ്പോൾ, അപ്പൊ ഞാൻ ഇതിന്റെ ഈ ആൻസറിനെ ഇങ്ങോട്ടേക്കൊന്ന് ഞാൻ എടുത്തെഴുതുകയാണ്. ഈ ആൻസറിനെ ഇങ്ങോട്ടേക്കൊന്ന് ഞാൻ എടുത്തെഴുതുന്നു. പൊട്ടൻഷ്യൽ V is equal to 1/4πε0 into p by r square minus a square എന്ന് ഞാൻ എഴുതി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം ഉണ്ടാവും, ഇവിടെ സാർ പണ്ടൊക്കെ കൊടുത്തുകൂടെ കണ്ടീഷൻ കൊടുത്തുകൂടെ? ഞാൻ പറഞ്ഞു കൊടുക്കാം. ഇഫ് r സ്ക്വയർ ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ എ സ്ക്വയർ. എ സ്ക്വയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ r സ്ക്വയർ വളരെ വലുതാണെങ്കിൽ എ സ്ക്വയറിനെ കളയുമ്പോൾ പൊട്ടൻഷ്യൽ V ഈസ് ഈക്വൽ ടു 1/4πε0 into p by r square. This is the answer. 1/4πε0 into p by r square. This is the equation for the potential along the axial line. അപ്പോൾ ചോദിക്കും, ഇക്വറ്റോറിയൽ ലൈൻ വേണ്ടേ? വേണം. ഇക്വറ്റോറിയൽ ലൈനിൽ എങ്ങനെ കണ്ടുപിടിക്കും? ശ്രദ്ധിച്ചോണേ, ഇത് ഞാൻ സിമ്പിൾ ആയതുകൊണ്ട് ഇതിന്റെ കൂട്ടത്തിൽ അങ്ങ് ചെയ്യുകയാണ്. ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറഞ്ഞ് ഇതാണെന്ന് കരുതുക. ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എത്ര? അറ്റ് എ ഡിസ്റ്റൻസ് r ഫ്രം ദ സെന്റർ. ഇവിടെ ചുമ്മാ കണ്ടുപിടിക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് x ആണെന്ന് വിചാരിക്കുക. സപ്പോസ് ഇറ്റ് ഈസ് x. അപ്പോൾ ഈ ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എത്ര? V പോസിറ്റീവ് ഈസ് ഈക്വൽ ടു 1/4πε0 into q divided by x. അപ്പൊ ഇവൻ കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എത്ര? ഈ ഡിസ്റ്റൻസ് x ആണ്. പൊട്ടൻഷ്യൽ ഡ്യൂ ടു ദ നെഗറ്റീവ് ചാർജ് ഈസ് ഈക്വൽ ടു 1/4πε0 into മൈനസ് q divided by x. പൊട്ടൻഷ്യൽ സ്കെലാർ അല്ലേ? അതെ. അപ്പോൾ ഇതും ഈക്വലും ഓപ്പോസിറ്റും ആയതുകൊണ്ട് ഹിയർ നെറ്റ് പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു 0. വേറെ ഡെറിവേഷൻ ഒന്നും വേണ്ട. ഇവൻ കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ 10. ഇവൻ കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ -10. 10 + -10 ഈസ് ഈക്വൽ ടു 0. നെറ്റ് പൊട്ടൻഷ്യൽ. അപ്പൊ ഇക്വറ്റോറിയൽ ലൈനിൽ പൊട്ടൻഷ്യൽ 0 ആണ്. Potential at any point on the equatorial line, potential is always equal to 0, but there is a potential on the axial line. That potential on the axial line V is equal to 1/4πε0 into p by r square.
P/R square. This is the equation. മനസ്സിലായോ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി പൊട്ടൻഷ്യൽ? ഓക്കെ, സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം, ഞാൻ അതിൻ്റെ ഡെറിവേഷൻ ഞാൻ നടത്തുന്നില്ല, ജസ്റ്റ് ആൻസർ മാത്രം ഞാനൊന്ന് പറഞ്ഞു തന്ന് വിടും. അത് എക്സാമിനേഷനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്, അതുകൊണ്ട് മാത്രം അതിൻ്റെ പൊട്ടൻഷ്യലിൻ്റെ ഡെറിവേഷൻ ഞാൻ നടത്തുന്നില്ല. ഓക്കെ, എന്തോന്നറിയാമോ? ഒരു സ്പെറിക്കൽ കണ്ടക്ടർ, ചാർജ് Q, ഇവന്റെ റേഡിയസ് R, ഇവിടെ നിന്നും R ഡിസ്റ്റൻസ് അകലത്തിലുള്ള ഇവിടത്തെ പൊട്ടൻഷ്യൽ എത്ര? പോയിന്റ് ചാർജ് ഉണ്ടാക്കുന്ന അതേ പൊട്ടൻഷ്യൽ 1/4πε0 into Q divided by R. അപ്പൊ ചോദിക്കും, സാറേ സർഫസിൽ എത്രയാണ് സാർ പൊട്ടൻഷ്യൽ? ഞാൻ പറഞ്ഞു, എന്തോന്നടേ ഇത്, അതൊന്നും ചോദിക്കരുത്, ഇതൊന്നും നിങ്ങൾ ചോദിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ വിചാരിക്കുന്നത് തന്നെയാണ് ആൻസർ. V is equal to 1/4πε0 into Q divided by capital R. അപ്പോൾ ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ അകത്ത് എത്രയാ സാറേ പൊട്ടൻഷ്യൽ? അത് നിങ്ങൾ വിചാരിക്കുന്ന ആൻസർ അല്ല, V is equal to 1/4πε0 Q by R തന്നെ. സർഫസിലുള്ള അതേ പൊട്ടൻഷ്യൽ തന്നെയാണ് അകത്ത് എല്ലായിടത്തും. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി 0 ആയിരുന്നു. നിങ്ങൾ 0 എന്ന് ഉദ്ദേശിച്ചാണ് തെറ്റ്. ഇവിടത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്രയാണ്? 1/4πε0 into Q divided by R square. ഇവിടത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്രയാണ്? 1/4πε0 into Q divided by capital R square. ഇവിടത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്രയാണ്? 0. അപ്പൊ അകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി 0 ആണ്, പക്ഷെ പൊട്ടൻഷ്യൽ ഉണ്ട്. സർഫസിലുള്ള അതേ പൊട്ടൻഷ്യൽ തന്നെയാണ് അകത്തെല്ലായിടത്തും. പഠിച്ചു വെക്കണം. ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ വേരിയേഷൻ നിങ്ങൾ നേരത്തെ പഠിച്ചിരുന്നു, ഓർമ്മയുണ്ടല്ലോ? ഇലക്ട്രിക് ഫീൽഡിന്റെ വേരിയേഷൻ നിങ്ങൾ പഠിച്ചിരുന്നു. അകത്തെല്ലായിടത്തും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി 0. ഇവിടെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എടുക്കുകയാണെങ്കിൽ അകത്തെല്ലായിടത്തും ഇലക്ട്രിക് ഫീൽഡ് 0, സർഫസിൽ എത്തുമ്പോൾ മാക്സിമം ആവും. അവിടെ നിന്ന് ദൂരേക്ക് പോകുമ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R square, കുറഞ്ഞു. This is the variation of electric field intensity with the distance. എന്നാൽ പൊട്ടൻഷ്യലിന്റെ വേരിയേഷൻ ഇങ്ങനെയല്ല. പൊട്ടൻഷ്യലാണ് നമ്മൾ ഇവിടെ എടുക്കുന്നതെങ്കിൽ അകത്തെല്ലായിടത്തും പൊട്ടൻഷ്യൽ സെയിം ആണ്, സർഫസിൽ എത്തുന്നവര് സെയിം. പിന്നീട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R. ആറിനനുസരിച്ച് ഗ്രാജുവലി കുറയും. ഇത് പെട്ടെന്ന് കുറയും. ഇവിടെ പെട്ടെന്ന് കുറയും, അവിടെ ഗ്രാജുവലി കുറഞ്ഞു വരും. This is the variation of potential. This is the variation of electric field with the distance. ഇതിന്റെ ഫിഗർ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് വേറെ കാര്യം. ഇതല്ല, അതോടെ പോയി. പൊട്ടൻഷ്യലിന്റെ വേരിയേഷൻ വന്നില്ല. പോട്ടെ, പൊട്ടൻഷ്യലിന്റെ വേരിയേഷൻ വന്നില്ല. രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞ് നമ്മൾ നിർത്തും, അത് രണ്ടും അപ്പുറത്ത് കിടപ്പുണ്ട്. അതാണ് ഒന്ന്, ഇക്വി പൊട്ടൻഷ്യൽ സർഫസുകൾ. ഒരു യൂണിഫോം ചിലപ്പോൾ പലപ്പോഴും ചോദിച്ചു, ഡ്രോ ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, ഡ്രോ എനി ടു ഇക്വി പൊട്ടൻഷ്യൽ സർഫസസ് എന്ന് ചോദിച്ചാൽ, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മളൊരു സർഫസ് വരച്ചാൽ അതൊരു ഇക്വി പൊട്ടൻഷ്യൽ സർഫസാണ്. ഇവിടത്തെ പൊട്ടൻഷ്യൽ 10 ആണെങ്കിൽ എല്ലായിടത്തും പൊട്ടൻഷ്യൽ 10 തന്നെയായിരിക്കും. എന്നാൽ ഇവിടെ വരച്ചാൽ ഇത് വേറൊരു ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഇവിടത്തെ പൊട്ടൻഷ്യൽ 8 ആണെങ്കിൽ എല്ലായിടത്തും, കാരണം ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ പൊട്ടൻഷ്യൽ കുറയും. അപ്പൊ ഇതൊരു ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഇതും ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് എന്ന് എടുത്തു കളഞ്ഞേക്കരുത്. ഇതും ഇക്വി ഇത് പറ്റിയത്. ഇതും ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് ആണ്. പക്ഷെ ഇവിടത്തെ പൊട്ടൻഷ്യൽ 25 ആണെങ്കിൽ ഇവിടെ 20 ആയിരിക്കും, കുറവായിരിക്കും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ പൊട്ടൻഷ്യൽ. അപ്പോൾ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന സർഫസുകളെല്ലാം ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഇതൊരു പോസിറ്റീവ് ചാർജ് ആണ്. പോസിറ്റീവ് ചാർജ് അവന് ചുറ്റുമായിട്ട് ഒരു പോസിറ്റീവ് പോയിന്റ് ചാർജിന് ചുറ്റും വരയ്ക്കുന്ന ഓരോ സ്പിയറുകളും ഓരോ ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് ആണ്. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ വളരെ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ പുറത്തേക്ക്, നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അകത്തേക്ക്. മനസ്സിലാകുന്നുണ്ടേ? പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അത് നമ്മൾ അടുത്ത പേജിലുണ്ട്. ഡയറക്ഷൻ അത് നേരത്തെ പറഞ്ഞു തരാൻ ഞാൻ വിട്ടുപോയിരുന്നു, അതുകൊണ്ടാണ്.
This is a representation of electric field lines due to a positive charge. ഒരു പോസിറ്റീവ് ചാർജ് എടുത്താൽ അവിടെ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോകും. അപ്പൊ അതിന് പറയുന്ന റേഡിയലി ഔട്ട്വേഡ്. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ റേഡിയലി ഇൻവേഡ്. ഇത് രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ, ഇത് ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണെങ്കിൽ, ദിസ് ഈസ് ദ വേരിയേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു എ പോസിറ്റീവ് ചാർജ് ആൻഡ് എ നെഗറ്റീവ് ചാർജ്. This is the variation of electric field intensity due to a positive charge only. This is the variation of electric field intensity due to a negative charge only. രണ്ടുപേരും പോസിറ്റീവ് ആണെങ്കിൽ ഇങ്ങനെ ഈ ആരോകൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ആരോകൾ കംപ്ലീറ്റ് തിരിച്ചിട്ടാൽ രണ്ടും നെഗറ്റീവായി. ഇങ്ങോട്ടേക്ക് ആരോ ഇട്ട് കഴിഞ്ഞാൽ ഇത് നെഗറ്റീവായി. നിങ്ങൾക്ക് റെപ്രസെന്റ് ചെയ്ത് പഠിക്കാം. പോട്ടെ, ഞാനത് പറഞ്ഞു വന്ന അതല്ല, നമ്മൾ പറഞ്ഞു വന്ന ഇതാണ്. അപ്പൊ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന സർഫസുകളെല്ലാം ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഒരു പോയിന്റ് ചാർജിന് ചുറ്റുമായിട്ട് വരയ്ക്കുന്ന ഓരോ സ്ഫിയറുകളും ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഈ വരച്ച സ്ഫിയറുകളെല്ലാം ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്. ഒരിക്കൽ നിങ്ങൾ പിന്നെ CBSE ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻക്രീസിംഗ് ഇൻ ദ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻക്രീസിംഗ് ഇൻ ദ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. പോസിറ്റീവ് എക്സിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് കൂടുന്നു എന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. കണ്ടോ? ഇലക്ട്രിക് ഫീൽഡ് കൂടി വരുന്ന ഇലക്ട്രിക് ഫീൽഡ്. ഇത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇതിനകത്ത് ഈ വരയ്ക്കുന്നതെല്ലാം ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് പോസിറ്റീവ് എക്സിലേക്ക് കുറയുന്നു എന്ന് വെച്ചാൽ ഇതാണ്. എക്സിലേക്ക് പോകുന്നതോറും ഇലക്ട്രിക് ഫീൽഡ് കുറഞ്ഞു വരികയാണ്. അവിടെ വരയ്ക്കുന്ന ഇതെല്ലാം ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകളാണ്. ഇത് ഇക്വിപൊട്ടൻഷ്യൽ, ഇത് ഇക്വിപൊട്ടൻഷ്യൽ, ഇത് ഇക്വിപൊട്ടൻഷ്യൽ, ഇത് ഇക്വിപൊട്ടൻഷ്യൽ. ഇത് ഇത്രയും പഠിച്ചു വെക്കണം. ഓക്കെ. പിന്നെ മറ്റേ ഇത് പഠിച്ചു വെച്ചേക്കണം. Representation of electric field lines due to a positive charge radially outward, negative charge radially inward. പിന്നെ രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ ഒന്ന് പോസിറ്റീവ് നെഗറ്റീവ്. ഇത്രയും പഠിക്കുന്നതോടുകൂടി നമ്മുടെ പൊട്ടൻഷ്യൽ തീർന്നില്ല. നമ്മൾ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ അലോങ് ദ ആക്സിയൽ ലൈനും പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ അലോങ് ദ ഇക്വിറ്റോറിയൽ ലൈനുമേ നമ്മൾ പഠിച്ചുള്ളൂ. ഇനി ഒരെണ്ണമുണ്ട്, പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ അറ്റ് എനി പൊസിഷൻ. ഇപ്പോ നമ്മൾ പഠിച്ചത് ഒരു ഡൈപോളിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ആയിട്ട് ഓരോ ഡൈപോളിനെ നമ്മൾ -q +q എന്ന് പറയുന്നൊരു ഡൈപോൾ എടുത്തു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ, ഇവിടെയുള്ള പൊട്ടൻഷ്യൽ നമ്മൾ പിടിച്ചു, ഇവിടെയുള്ള പൊട്ടൻഷ്യൽ പഠിച്ചു. ഇനി പറയുന്നത് ഇത് രണ്ടുമല്ല, എവിടെയെങ്കിലും ഉള്ള ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ എങ്ങനെ കണ്ടുപിടിക്കുക, എവിടെയെങ്കിലും ഉള്ള ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ എങ്ങനെ കണ്ടുപിടിക്കുക അറ്റ് ആൻ ആംഗിൾ തീറ്റ. അതിന്റെ ഡെറിവേഷൻ നമ്മൾ ജസ്റ്റ് ഞാൻ പറഞ്ഞുതരും. നിങ്ങൾ അതിന്റെ ഫൈനൽ ആൻസർ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ അത് ചോദിക്കാറേ ഇല്ല. പക്ഷെ കഴിഞ്ഞ ഒരു എൻട്രൻസിന് ചോദിച്ചിരുന്നു. ഏതിന്റെ? നമ്മുടെ JEE ഒരു എക്സാമിനേഷന് എൻട്രൻസ് ആയിട്ട് ചോദിച്ചിരുന്നു. തീറ്റ ഡിഗ്രി ആംഗിൾ എത്രയാണ്, അത് നമുക്ക് പറഞ്ഞുതരാം, അത് വിടുക. അപ്പൊ എന്തായാലും തൽക്കാലം നമുക്ക് ഇതിന്റെ ഡെറിവേഷൻ കൂടെ ഞാൻ പറഞ്ഞുതരും. അത് നമ്മൾ അടുത്ത ഒരു ക്ലാസ്സോടുകൂടി നമ്മുടെ ഇതിന്റെ തിയറി പാർട്ട് കംപ്ലീറ്റ് ചെയ്ത് തരും. പിന്നെ ഒരു ക്ലാസ്സിൽ കുറച്ച് പ്രോബ്ലം കൂടെ ചെയ്യാം. അതോടുകൂടി 2 ക്ലാസ്സോടുകൂടി നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ കംപ്ലീറ്റ് ചെയ്ത് തരും. ഓക്കെ.